അപ്കമിംഗ് ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ്, നിങ്ങൾക്ക് നിങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഹെൽപ്പ് എന്താണെന്നറിയോ? ടു മേക്ക് യുവർ സ്കിൻ ഹെൽത്തി. കുറെ ബ്രൈഡ്സ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എന്തൊക്കെ ടേക്ക് കെയർ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട, എത്ര നാൾ മുന്നേ സ്റ്റാർട്ട് ചെയ്യണം. സ്ട്രെസ് എടുക്കല്ലേ? സ്ട്രെസ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ആൻഡ് സ്കിന്നിനെ പറ്റിയുള്ള ഹെൽത്തിനെ കുറിച്ചാണെങ്കിൽ ലെറ്റ് മീ ബ്രേക്ക് ഡൗൺ ദ സ്റ്റെപ്സ്. സോ വിത്തൗട്ട് എനി ഡിലേ, ലെറ്റ്സ് മൂവ് ടു എപ്പിസോഡ് 5 ഓഫ് ദ സ്കിൻ കെയർ സീരീസ്. ഞാനിവിടെ റോ മിൽക്ക് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് വരുന്നത് ഗ്ലിസറിൻ ആണ്. ഓക്കെ, സോ റേഷ്യോ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സ്പൂൺ റോ മിൽക്ക് എടുക്കുകയാണെങ്കിൽ 1/4 ഓഫ് ഗ്ലിസറിൻ. ഓക്കെ, 1/4 ടീസ്പൂൺ ഓഫ് ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാണ്. നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മിക്സ്ചർ നമ്മൾ ഏത് വർക്ക് കഴിഞ്ഞിട്ട് വരികയാണെങ്കിലും എന്താണ്, നമ്മൾ മുഖം കഴുകില്ലേ, നമ്മൾ ക്ലെൻസ് ചെയ്യില്ലേ, നമ്മൾ ഏതൊരു പാക്ക് ഇടുന്നതിന് മുന്നാണെങ്കിലും എപ്പോഴും ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്തിടുക. ഓക്കെ, ഇത് ഇട്ടതിന് ശേഷം നന്നായി മസാജ് ചെയ്യുക. കാരണം മിൽക്ക് ആണെങ്കിലും ഗ്ലിസറിൻ ആണെങ്കിലും നല്ല എക്സ്ഫോളിയേറ്റർ ആണ്. സോ നമ്മുടെ മുഖത്തുള്ള ഡേർട്ട് ഒക്കെ ഇത് സുഖമായി മാറ്റും. നല്ല രീതിക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ലൂക്ക് വാം വാട്ടർ, അതായത് ചെറിയ ചൂടുവെള്ളത്തിൽ മുഖം കഴുകിക്കളയാം. ഒരു 3 ആഴ്ചകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. വ്യത്യാസം ഫീൽ ചെയ്തതിന് ശേഷം എന്നെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.